രണ്ടാമത്തെ വസ്തുതാവിരുദ്ധമായ കാര്യം, സുപ്രീം കോടതിയിൽ വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ LDF സർക്കാരും മുസ്ലിം ലീഗും എല്ലാം ഉണ്ട്, അവരെല്ലാം ഉൾപ്പെടെയുള്ള മറ്റ് കക്ഷികൾ, ഇവരെല്ലാം നൽകിയ ഹർജി തള്ളി എന്നാണ് മുഖ്യമന്ത്രി അന്ന് പ്രസ്താവിച്ചത്. ഇത് വസ്തുതക്ക് നിരക്കാത്ത കാര്യമാണ്. ആ കേസ് സുപ്രീം കോടതിയിൽ തുടരുകയാണ് എന്നതാണ് വാസ്തവം. അതോടൊപ്പം തന്നെ വസ്തുതാവിരുദ്ധമായി മൂന്നാമതൊരു കാര്യം മുഖ്യമന്ത്രി അതേ പത്രസമ്മേളനത്തിൽ പറയുകയുണ്ടായി. അത് പുതിയ വഖഫ് നിയമം വന്നു, ആ നിയമത്തിനനുസൃതമായി ആദ്യമായി വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിച്ചത് കേരളമാണ് എന്ന ആക്ഷേപമാണ് മുഖ്യമന്ത്രി അന്ന് ഉന്നയിച്ചത്. ഇവിടെ എല്ലാവർക്കും കാര്യങ്ങൾ അറിയാലോ. പുതിയ നിയമം പ്രാബല്യത്തിൽ വരുന്ന സമയത്ത് നിലവിൽ പ്രവർത്തിച്ചു വരുന്ന വഖഫ് ബോർഡുകൾക്ക് കാലാവധി പൂർത്തീകരിക്കും വരെ തുടരാമെന്നാണ് പറയുന്നത്. എന്നാൽ കാലാവധി കഴിഞ്ഞാൽ പുനഃസംഘടിപ്പിക്കണം. കാലാവധി കഴിഞ്ഞ ശേഷം വഖഫ് ബോർഡുകൾക്ക് പഴയതുപോലെ പ്രവർത്തിക്കുന്നതിന് നിയമപരമായ അധികാരമുണ്ടാകില്ല. ഭേദഗതി നിയമത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, അതിൻ്റെ ഉദ്ധരണിയാണ് ഞാൻ പറയുന്നത്. പ്രൊവൈഡഡ് ആൾസോ that the elected members of board holding office on the commencement of the Waqf Amendment Act 2025 shall continue to hold office as such until the expiry of their term of office. കേരളത്തിൽ 2019 ശേഷം ഭേദഗതിക്ക് മുൻപുള്ള നിയമപ്രകാരം രൂപീകരിച്ച വഖഫ് ബോർഡ് അതിൻ്റെ 5 വർഷ കാലാവധി പൂർത്തീകരിച്ചു. അതിനുശേഷമാണ് 2026 ഫെബ്രുവരി മാസത്തിൽ വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കാൻ നിർബന്ധിതമായത്. പുനഃസംഘടിപ്പിക്കാതിരിക്കാൻ പറ്റില്ല, അതാണ് വസ്തുത. കേരളത്തിന് മുൻപ് ഭേദഗതി നിയമം അനുസരിച്ച് വഖഫ് ബോർഡ് കേരളമാണ് ആദ്യം ചെയ്തതെന്നാണല്ലോ പറയുന്നത്. എന്നാൽ കേരളത്തിന് മുൻപ് തന്നെ ഈ നിയമമനുസരിച്ച്, ഭേദഗതി നിയമമനുസരിച്ച് ബോർഡ് പുനഃസംഘടിപ്പിച്ചത് തമിഴ്നാടാണ്. 2025 നവംബർ 28 അവിടെ മുസ്ലിം ലീഗ് നേതാവ് നവാസ് ഖനി MP ആണ് തമിഴ്നാട്ടിലെ വഖഫ് ബോർഡ് ചെയർമാൻ. അവിടെയും സെക്ഷൻ 14 പ്രകാരമുള്ള അമുസ്ലിം അംഗങ്ങളെ ഒഴിവാക്കിയാണ് ബോർഡ് പുനഃസംഘടിപ്പിച്ചത്. അത് ശരിയായ നിലപാടായിരുന്നു. ആ ശരിയായ നിലപാട് തന്നെയാണ് കേരളത്തിലെ LDF സർക്കാരും സ്വീകരിച്ചത്. ഇത്തരം പ്രാഥമികമായ കാര്യങ്ങളെങ്കിലും പരിശോധിച്ചു വേണ്ടേ മുഖ്യമന്ത്രിയെ പോലെ ഒരാൾ പത്രസമ്മേളനത്തിൽ സംസാരിക്കുന്നത്? ചുരുങ്ങിയ പക്ഷം ഘടകകക്ഷിയായ മുസ്ലിം ലീഗിനോടെങ്കിലും അന്വേഷിച്ച് വ്യക്തത വരുത്താമായിരുന്നില്ലേ? കാരണം അവരുടെ MP ആണല്ലോ തമിഴ്നാട്ടിൽ ചെയർമാനായിട്ടിരിക്കുന്നത്. ഇക്കാര്യം മറച്ചുവെച്ച് കേരളം LDF കാലത്ത് എന്തോ വ്യഗ്രത കാട്ടി എന്ന ധ്വനിയോടെ മുഖ്യമന്ത്രി സംസാരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് ചേർന്നതാണോ? തമിഴ്നാട്ടിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. അന്നത്തെ സ്റ്റാലിൻ നേതൃത്വം കൊടുത്ത ഗവൺമെൻറ് അല്ലല്ലോ ഇപ്പോൾ ഉള്ളത്.
വിജയ് നേതൃത്വം കൊടുക്കുന്ന സർക്കാരാണല്ലോ. പക്ഷേ DMK സർക്കാർ മാറി വിജയ് മുഖ്യമന്ത്രിയായ ശേഷം മുൻ സർക്കാർ കാലത്തെ വഖഫ് നിയമനത്തിൽ ഇടപെടേണ്ടതില്ല എന്ന നിലപാടാണ് പുതിയ സർക്കാർ സ്വീകരിച്ചത്. കേരളത്തിൽ ഭരണമാറ്റം വന്നു, LDF മാറി, UDF വന്നു. UDF അധികാരത്തിൽ വന്നപ്പോൾ മുസ്ലിം ഇതര അംഗങ്ങളെ ബോർഡിൽ തിരികെ കയറ്റാനുള്ള ഗൂഢനീക്കങ്ങൾ അത് തമിഴ്നാട്ടിൽ വിജയ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. കേരളത്തിൽ UDF സർക്കാർ ഈ വിഷയത്തിലുള്ള നിലപാടിൻ്റെ ഭാഗമായി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നമ്മുടെ സംസ്ഥാനം സുപ്രീം കോടതിയിൽ നിയമപരമായ പോരാട്ടം നടത്തുകയാണ്. ആ പ്രതിരോധത്തെ തന്നെ, നിയമപരമായ പ്രതിരോധത്തെ തന്നെ തകർക്കുന്നതിനാണ് ഈ നിലപാട് സഹായിക്കുക. അപ്പോൾ അത് നാം ഗൗരവമായി കാണേണ്ടതായിട്ടുണ്ട്. ഇവിടെ നാലാമതൊരു കാര്യം മുഖ്യമന്ത്രി അന്ന് പറഞ്ഞത്, അമുസ്ലിം അംഗങ്ങളെ നിയമിക്കാൻ സന്നദ്ധമാണ് എന്ന് വഖഫ് ബോർഡ് സുപ്രീം കോടതിയിൽ പറഞ്ഞു എന്നാണ്. സുപ്രീം കോടതിയിലല്ല, രാജ്യത്തെ ഒരു കോടതിയിലും LDF സർക്കാരോ സംസ്ഥാന വഖഫ് ബോർഡോ ഇങ്ങനെയൊരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. സുപ്രീം കോടതിയിൽ നിയമത്തിനെതിരായി നിലവിലുള്ള ഹർജികളിൽ ഭേദഗതി നിയമത്തെ ശക്തമായി എതിർക്കുന്ന നിലപാട് തന്നെയാണുള്ളത്. അതിൽ അണുകിട വ്യത്യാസം വരുത്തിയിട്ടില്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, വഖഫ് ബോർഡിൽ അംഗങ്ങളെ നിയമിക്കാനുള്ള അധികാരം സർക്കാരിനാണ്, അത് വഖഫ് ബോർഡിനല്ല. അപ്പോൾ ഞങ്ങൾ ആരെയെങ്കിലും നിയമിക്കാൻ തയ്യാറാണ് എന്ന് വഖഫ് ബോർഡിന് പറയാനാകുമോ? ഇതിലും മുഖ്യമന്ത്രി തെറ്റിദ്ധരിപ്പിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. UDF സർക്കാരിൻ്റെ വഞ്ചനാപരമായ നിലപാട്, ആ നിലപാടിനെതിരെ ഇപ്പോഴും ഉറച്ചു നിൽക്കുക തന്നെയാണ്. LDFന് ഇക്കാര്യത്തിലുള്ള നയത്തിൽ അന്നും ഇന്നും ഒരേ നിലപാടാണ്, ഒരു ചാഞ്ചാട്ടവുമില്ല. അങ്ങനെ പറയുന്നതിനെ വർഗീയവാദി ചാപ്പകുത്തി പ്രതിരോധിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്.